സമാധിസ്ഥൻ എന്ന് പറയുന്ന ആൾ. സമധ്വ ഒരുമിച്ചു യാത്ര ചെയ്യുന്ന, അതായത് സസ്യലോകത്തെയും ജന്തുലോകത്തെയും ചേർത്ത് സമധ്വ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമനായ, തുലന സമാനതകളില്ലാത്ത രീതിയിൽ തുല്യനായവൻ, അതാണ് സമാധിസ്ഥൻ എന്ന് പറയുന്ന ആൾ. ഋഷി തുല്യനായവൻ, മഹർഷിക്ക് തുല്യനായവൻ, താപസനായവൻ. ഈ സമാധി ശൽക്കം 6 ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം, ശ്രദ്ധ. ഇവ 6 സമാധി ശൽക്കം. ഇതിൽ ശമം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം, ഇതിൽ ശമം എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണ്. ദമം എന്നാലോ ബാഹ്യവൃത്തിയോട് കൂടിയ ജീവിതമാണ്. അതായത് ബാഹ്യവൃത്തിയെ നിഗ്രഹിക്കുക. നിഗ്രഹോ ബാഹ്യവൃത്തീനാം ദമയിത്യതി ദീയതേ. തപസ്സിലുള്ള ബ്രഹ്മചര്യാദി ക്ലേശങ്ങളെ സഹിക്കൽ എന്നാണ് അർത്ഥം. അതായത് നിഗ്രഹോ ബാഹ്യവൃത്തീനാം ദമയിത്യതി ദീയതേ, ഇതാണ് ദമം. ഉപരതി അടുത്തത് 3ാമത്തത്, അതെന്താണ്? വലിയ സന്തോഷമെന്നാണ്. ഈ ശമം, ദമം ഇതിലൂടെ വലിയ സന്തോഷത്തെ സൃഷ്ടിക്കൽ, ഉപരതി. പിന്നെ അടുത്തതോ തിതിക്ഷ എന്ന് വെച്ചാലോ ക്ഷമ. തീക്ഷ്ണമായ, ഒട്ടും ഇളക്കമില്ലാത്ത സഹനശക്തി. പ്രതികാര ബുദ്ധി കൂടാതെ സർവ്വ ദുഃഖങ്ങളെയും ജ്ഞാനത്താൽ സഹിക്കൽ, ഇതാണ് തിതിക്ഷ. 5ാമത്തത് സമാധാനം. എല്ലാവർക്കും ഇല്ലാത്തതും അതാണ് ഇന്ന്. സമാധാനമില്ല. കാരണം ബാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തത്. മനസ്സിൻ്റെ അടക്കമാണ് സമാധാനം. നമ്മുടെ മനസ്സാണ് സമാധാനത്തെ സൃഷ്ടിക്കുന്നത്. അറിവാണ്, ബ്രെയിനാണ് മനസ്സിൽ സമാധാനത്തെ നിറയ്ക്കുന്നത്. ബ്രെയിനുമായിട്ട് മനസ്സിന് കണക്ഷൻ ഇല്ലെങ്കിലോ റിലേഷൻ ഇല്ലെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാകുകയില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടക്കമാണ്. മനസ്സിൽ അടക്കേണ്ടത് 10 ഇന്ദ്രിയങ്ങളെ ആണ്. 11ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ്. മനസ്സെന്തിലാണ് ഒതുങ്ങി നിൽക്കേണ്ടത്, മുദ്ര ചെയ്യേണ്ടത്? ബുദ്ധിയിലാണ്, ആത്മശക്തിയിലാണ് മനസ്സിനെ മുദ്ര ചെയ്യേണ്ടത്. അപ്പോൾ സന്ദേഹ നിവാരണം, അതാണ് സമാധാനം. സന്ദേഹങ്ങളില്ലാത്ത അവസ്ഥ, സന്ദേശങ്ങളെ പുറപ്പെടുവിക്കുന്ന അവസ്ഥ, നല്ല സന്ദേശങ്ങളെ പകരുന്ന അവസ്ഥ. സമാധി ശൽക്കത്തിൽ 6ാമത്തത് ശ്രദ്ധയാണ്. എന്താണ് ശ്രദ്ധ? എന്താണ് ശ്രദ്ധ എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. നമ്മുടെ മക്കളും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് ശ്രദ്ധ? ശ്രദ്ധയുള്ളവനാകുക എന്ന് പറയില്ലേ, എന്താണെന്നറിയോ? ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവനാകുക എന്നാണ് അർത്ഥം. മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാകുക, അതാണ് ശ്രദ്ധ. ശാസ്ത്രങ്ങളെയും ഗുരുവാക്യങ്ങളെയും ചേർത്ത് ലോക ഐശ്വര്യത്തിന് വേണ്ടി, അഥവാ ഈശ്വര വിചാരത്തിന് വേണ്ടി, ഐശ്വര്യമുള്ള വിചാരത്തിന് വേണ്ടിയിട്ട് ഗ്രഹിക്കുന്ന അവസ്ഥയാണ്. ആ ഗ്രഹിച്ച് ആഗ്രഹം അതാക്കി മാറ്റുന്ന അവസ്ഥയാണ് ശ്രദ്ധ. അങ്ങനെ ആഗ്രഹിക്കുന്നവനാണ് ശ്രദ്ധാലു. ഇപ്പോൾ സമാധിയുമായിട്ട് ഇവിടെ നടക്കുന്ന വിവാദങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പുതിയ ആചാര്യന്മാർ ജനങ്ങളിലേക്ക് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയതിൻ്റെ ദുരന്തങ്ങളാണ്. അഷ്ടാംഗയോഗങ്ങളിലെ ഏറ്റവും ഉയർന്ന തലമാണ് സമാധി. അത് മരണമല്ല എന്നറിയുക. സമമായിട്ട് ധിയെ ഉയർത്തി നിർത്തുന്ന ഭേദമില്ലാത്ത അവസ്ഥയിലേക്ക് യുഗ്മസഞ്ചാരം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർവ്വതും ഒന്നാണ് എന്ന് പറയുന്ന ആ ആധുനികമായിരിക്കുന്ന ആധുനികതയിലേക്ക്, വർണ്ണമില്ലാത്ത സാവർണികമായിരിക്കുന്ന ആ അവസ്ഥയിലേക്കുള്ള സഞ്ചാരമാണ്. അത്രയും വലിയ തലമാണ് സമാധി. ഏകാഗ്രമായിരിക്കുന്ന അവസ്ഥ. ആ ധ്യേയവസ്തുവിൽ തന്നെ ചിത്തത്തെ ഉറപ്പിച്ച് ജ്ഞാനത്താലും കർമ്മത്താലും അതിനെ, ആ യോഗത്തിൻ്റെ ദ്വയത്തെ സാക്ഷാത്കരിച്ച അവസ്ഥയാണ് സമാധി. മരിച്ച അവസ്ഥയല്ല. ആത്മാവും മനസ്സിനെയും ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. ക്ഷേത്രങ്ങൾ സമാധി സ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാഗ്രമായിട്ട് ഇരുന്ന് ധ്യാനിക്കാൻ, ധാരണയെ കൊള്ളാൻ, സമാധിയെ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളാണ്. ശവകുടീരങ്ങളല്ല എന്നറിയുക. ഒരു ക്ഷേത്രവും ശവകുടീരങ്ങൾക്ക് മേലെ പടുത്തുയർത്തിയതല്ല എന്നുള്ള വസ്തുത അറിയുക. നിങ്ങൾക്കും ധ്യാനിക്കാൻ ക്ഷേത്രങ്ങളെ സമീപിക്കാം. നല്ല ധാരണകളെ സൃഷ്ടിക്കാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാം. സമാധി ആവാൻ ക്ഷേത്രങ്ങളെ ഉപയോഗിക്കാം. മരിക്കാനല്ല. മരണാനന്തരമുള്ള ജീവിതം എന്താണെന്നറിയോ? ആ സ്വർഗവും നരകവും. ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലങ്ങളിൽ മാത്രമാണ് മരിച്ച ശേഷം നമുക്കുള്ള ജീവിതം.
നമ്മൾ നന്മ ചെയ്താൽ നന്മയുള്ളവർ ഓർത്തിരിക്കും. നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ ഒരിക്കലും ആരും ഓർക്കാത്ത മറവിയുടെ നരകാന്തകാരത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. ഒരിക്കലും വെളിച്ചം കടന്നു ചെല്ലാത്ത, ഓർമ്മകളുടെ വെളിച്ചം കടന്നു ചെല്ലാത്ത, മനസ്സിലിടമില്ലാത്ത മറ്റുള്ളവരുടെ, അതായത് മക്കളുടെ പോലും മനസ്സിലിടം കിട്ടാതെ നമ്മൾ മരണപ്പെട്ടു പോകും, മറഞ്ഞു പോകും, മാഞ്ഞു പോകും. ആരും ഓർക്കാൻ ശ്രമിക്കാത്ത ഒരു മറവിയുടെ നരകാന്തകാരത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോകും. അതാണ് നരകം. സ്വർഗം എന്ന് പറഞ്ഞാലോ എല്ലാവരും വാഴ്ത്തുന്ന, സ്തുതിക്കുന്ന, നന്മയുടെ പ്രതീകമായി ഓർത്തിരിക്കുന്ന, ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സാകുന്ന സ്വർഗമണ്ഡലങ്ങളിൽ, ആ മനസ്സിൻ്റെ തലങ്ങളിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗീയത. മരണശേഷമുള്ള അവസ്ഥ എങ്ങനെയാണ്? മരിച്ചവരെല്ലാം ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സുകളിൽ മാത്രമാണ് എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം. വേദനയെ സൃഷ്ടിക്കുന്ന ഒന്നും വേദമല്ല എന്നറിയണം. കുണ്ടലിനി ശക്തിയെ മൂലാധാരത്തിൽ നിന്നും ഉയർത്തി കൊണ്ടുവന്നിട്ട് സഹസ്രതല പത്മത്തിൽ എത്തിച്ച് അവിടുന്ന് നെറുക പൊട്ടി മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയല്ല ഈ പറയുന്ന അഷ്ടാംഗയോഗം പറയുന്നതെന്നുള്ള വസ്തുതയെങ്കിലും നമ്മളുടെ ആചാര്യന്മാരും അറിയണം, നമ്മളുടെ ഭക്തജനങ്ങളും അറിയണം. ഇതെല്ലാം ശാസ്ത്ര വിഷയങ്ങളാണ്. ഇതിൻ്റെ ശാസ്ത്രം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനും അപ്പുറമാണ്. ഇത് അശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കരുത്. നമ്മളുടെ മരണത്തിന് ഇത് കാരണമാകും. ജീവിച്ചിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അവസ്ഥ. ഇത്രയെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോ പുതിയ ആചാര്യന്മാർ വന്നിട്ട് നമ്മളുടെ ക്ഷേത്രഭൂമികളെല്ലാം സമാധി സ്ഥാനങ്ങളാണ്, അവരുടെ ശവകുടീരങ്ങളാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ ശവകുടീരങ്ങളല്ല സമാധി സ്ഥാനങ്ങൾ. ശവാരാധനയല്ല ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്, ശിവാരാധനയാണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഭക്തജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബ്രഹ്മരക്ഷസിനെ നമ്മൾ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ, സങ്കല്പപീഠമോ അല്ലെങ്കിൽ പീഠമോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് അത് മൂലബ്രഹ്മത്തെയാണ്, അപരബ്രഹ്മത്തിൻ്റെ പീഠമാണത്. ത്രിഗുണത്തെ ജനിപ്പിക്കുവാൻ ശേഷിയുള്ള ആ മൂലബ്രഹ്മത്തിൻ്റെ നിർഗുണമായിരിക്കുന്ന അവസ്ഥയാണ്, മൂലബ്രഹ്മത്തെയാണ്, അപരബ്രഹ്മത്തെയാണ് നമ്മളവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് ത്രിഗുണത്താലാണ് അതിന് പൂജ നടക്കുന്നത്. അത് ബ്രാഹ്മണൻ്റെയോ ആരുടെയെങ്കിലും പ്രേതമല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രേതകൂട്ടല്ല അവിടെ നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ തീർത്ഥത്തിനാണ് അവിടെ പ്രാധാന്യം. അവിടെ ദീപാരാധനയാണ് അവിടെ നടക്കുന്നത്, പ്രേതാരാധനയല്ല. പ്രേതങ്ങളെ കയറ്റുന്ന ഇടങ്ങളൊന്നും ദേവഭൂമികളല്ല എന്ന് മനസ്സിലാക്കുക.